ഗൾഫ് മേഖലയിൽ ചേക്കേറിയ മലയാളികൾക്ക് എന്നും ആവേശമായിരുന്നു ഇ അഹമ്മദ്. സംസ്ഥാന കേന്ദ്ര മന്ത്രിപദവികളുടെ അലങ്കാരം ഇല്ലാതിരുന്ന ഘട്ടത്തിൽ പോലും അഹമ്മദ് പ്രവാസലോകത്തിന് ഏറെ പ്രിയങ്കരനായിരുന്നു. പ്രവാസി പ്രശ്നങ്ങളിൽ എന്നും ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇ അഹമ്മദ് മനസ്സുവെച്ചു. പ്രവാസികൾക്ക് വേണ്ടി സാധ്യമായ എല്ലാ നിലയ്ക്കും അഹമ്മദ് ഇടപെടലും നടത്തി. വിമാന കമ്പനികളുടെ സീസൺ കൊള്ളയ്ക്കെതിരെ പാർലമെന്റിലും പുറത്തും ശബ്ദമുയർത്തിയ അഹമ്മദ് പ്രവാസികൾ അകപ്പെട്ട വിഷമഘട്ടങ്ങളിൽ അവർക്ക് താങ്ങാകാൻ ഗൾഫ് നാടുകളിൽ ഓടിയെത്തുകയും ചെയ്തു. ഷാർജയിലും ദുബായിലുമുള്ള ഓരോ വ്യക്തികളെക്കുറിച്ച് പേരെടുത്ത് തന്നെ അദ്ദേഹത്തിന് അറിയാം. കാരണം അത്രമാത്രം ആഴത്തിലുള്ള ബന്ധമാണ് ഇ അഹമ്മദ് സാഹിബിനുള്ളത്. ഇനി അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ എത്രയും മാത്രം അഗാധമായ അറിവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കിനി കിട്ടില്ല. മിക്ക ഗൾഫ് ഭരണാധികാരികളുമായും അടുത്ത സുഹൃത്ത് ബന്ധം നിലനിർത്താൻ സാധിച്ച നേതാവ് കൂടിയായിരുന്നു അഹമ്മദ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരിക്കെ പ്രവാസിക്ഷേമം മുൻനിർത്തി അഹമ്മദ് കൈക്കൊണ്ട നടപടികൾ നിരവധി. പോയ മാസം 13-ന് ദുബൈയിൽ കണ്ണൂർ കൂട്ടായ്മയുടെ ഒത്തുചേരൽ ചടങ്ങായിരുന്നു ഇ അഹമ്മദ് പങ്കെടുത്ത ഗൾഫിലെ അവസാന പരിപാടി. പ്രവാസി സമൂഹത്തിന് തങ്ങളുടെ ഏതു പരാതിയും സമർപ്പിക്കാൻ എല്ലാ ഗൾഫ് നാടുകളിലും സംവിധാനം ഏർപ്പെടുത്താനും മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് മറന്നിരുന്നില്ല. ലീഗ് അനുഭാവ സംഘടനയായ KMCC-യുടെ നേതാക്കളുമായി മാത്രമല്ല സാധാരണ പ്രവർത്തകരുമായും അഹമ്മദ് വൈകാരിക ബന്ധം പുലർത്തി. മകൾ ദുബൈയിലും മകൻ മസ്കത്തിലുമായതിനാൽ അവരെ കാണാൻ അഹമ്മദ് പതിവായി തന്നെ പ്രവാസ ലോകത്തെത്തി. അത്തരം സന്ദർശന വേളകളിൽ പ്രവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനും അഹമ്മദ് സമയം കണ്ടെത്തി. പ്രവാസി സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അടുത്തറിയുക മാത്രമല്ല സാധ്യമായ പരിഹാര നടപടികൾക്ക് വേണ്ടി യത്നിക്കുകയും ചെയ്ത വലിയൊരു രാഷ്ട്രീയ നേതാവിനെ കൂടിയാണ് അഹമ്മദിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമാകുന്നത്. MC നാസർ, മീഡിയ 1, ദുബൈ.